കുർബാനയിൽ ഈശോ ഉണ്ട് എന്നാണ് അവള് പറയുന്നത്. കുർബാനയിൽ ഈശോ. ആ സമയത്താണ് അവളിങ്ങനെ ഭയങ്കര ലൈഫിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പഠിത്തം കഴിഞ്ഞു. രാജഗിരി എന്നൊരു കോളേജ് ഉണ്ട്, കേട്ടോ? രാജഗിരി കോളേജ്. ആ കോളേജില് അസിസ്റ്റന്റ് പ്രൊഫസറിനുള്ള ഇന്റർവ്യൂ വിളിച്ചേക്കും. ഭയങ്കര പാടാണ് ഇന്റർവ്യൂ ക്ലിയർ ആയി. PhD ഉള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു. 300 പേരുണ്ട്. ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഇവിടെ മാത്രം സെലക്ട് ആയി. നിങ്ങൾ ആലോചിക്കേ, ഒരാളുടെ ലൈഫില് അയാൾക്ക് ആഗ്രഹിക്കുന്നതൊക്കെ അയാളുടെ ലൈഫിൽ കിട്ടും. എന്ന് പറഞ്ഞാൽ പഠിച്ചോണ്ടിരിക്കുന്ന നെറ്റ് കിട്ടി, ജോലി ഇന്റർവ്യൂ ക്ലിയർ ആയി, ചോദിച്ചത്. അതുപോലെ തന്നെ ക്രിസ്റ്റഫർ എന്നൊരു പയ്യനുണ്ടായിരുന്നു. അവൻ മ്യൂസീഷ്യനാണ്. അവന്റെ കല്യാണത്തിന്റെ സമയം അവൻ അവനോട് പറഞ്ഞു, അച്ഛനാ എനിക്ക് വീട്ടിൽ കല്യാണം കിട്ടും, എനിക്ക് നിന്റെ കല്യാണം കഴിച്ചിട്ട് വീട്ടിൽ ചോദിക്കുന്നു. അങ്ങനെ നമ്മള് വീട്ടിൽ പോയി ചോദിച്ചു. അങ്ങനെ വീട്ടുകാരെ സംബന്ധിച്ചു, കല്യാണം ഉറപ്പിച്ചു വെച്ചു. കല്യാണം നടക്കുമ്പോൾ ജോലി കിട്ടി, എല്ലാം ഇങ്ങനെ സെറ്റായി കഴിയും. ആ സമയത്ത് നമുക്കൊരു പല്ലുവേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകും. ഈ പല്ലുവേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ഡോക്ടറെ എനിക്ക് ഈ ഒരു വശത്ത് ഭയങ്കരമായിട്ട് മരവിപ്പ് തോന്നുന്നു. ഈ ഒരു വശത്ത് ഇടത് വശത്തായിരുന്നു മുഖത്തിന്. ഐ ഡോണ്ട് ഫീൽ എനിത്തിങ്. എനിക്ക് അവിടെ തൊടുമ്പോൾ ഒന്നും തോന്നുന്നില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അത് ഡോക്ടർ പറഞ്ഞു, പേടിക്കണ്ട, ഇത് ബയോപ്സിക്ക് ആയിരിക്കും. നിങ്ങൾ ആലോചിച്ച് നിങ്ങൾക്ക് ഒരു പല്ലുവേദനയായിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ എന്നോട് പറയാണ്, പേടിക്കണ്ട, ബയോപ്സിക്ക് അയക്കുന്നത്. ബയോപ്സി ടെസ്റ്റ് ക്യാൻസർ ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും? അപ്പോൾ അമ്മ കരയാൻ തുടങ്ങി. അമ്മ പറഞ്ഞു, പേടിക്കണ്ട പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്ന സമയത്ത് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അന്ന് ഇവിടെ നിന്ന് ഒരു ചെറിയ പോർഷൻ എടുത്തു. അങ്ങനെ ആദ്യത്തെ റിസൾട്ട് വന്നു. ആ റിസൾട്ടില് ഒരു കുഴപ്പമില്ല, ക്യാൻസർ ഇല്ല എന്ന് തെളിഞ്ഞു. എല്ലാവരും ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി. അങ്ങനെ എല്ലാം ഭയങ്കര പോസിറ്റീവായിട്ട് രാജഗിരി കോളേജിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പുതിയ സാരി എടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു, ഫോട്ടോസ്, പക്ഷെ കാണിക്കാൻ പറ്റില്ല. നിങ്ങൾ പുതിയ സാരി കൊടുത്ത് കോളേജിലേക്ക് പോകാൻ വേണ്ടി, രാജഗിരി കോളേജിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് വീട്ടിലേക്ക് ഒരു ഫോൺ തോന്നും. ഹോസ്പിറ്റലിൽ നിന്നാണ്. ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു അപ്പനോടും അമ്മയോടും വേഗം വീട്ടിലേക്ക്, വേഗം ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങും. എന്താ ചോദിച്ചിട്ടൊന്നും പറയാനില്ല. ഡോക്ടർ വേഗം ഇറങ്ങും. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുമ്പോഴേ സംഭവം വെയിറ്റ് ചെയ്തു. അപ്പൊ അപ്പ അമ്മ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, സർക്കോമ എന്ന് പറഞ്ഞ ക്യാൻസർ. നിങ്ങൾ എപ്പോഴെങ്കിലും ഗൂഗിൾ ചെയ്ത് നോക്കുക. സർക്കോമ എന്ന ക്യാൻസർ ഇറ്റ്സ് വെരി പ്രിറ്റി ഡേഞ്ചറസ്. അത് മുഖത്ത് വന്നേക്കണേ. അത് ആ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ എല്ലിന് സംഭവിച്ചാലും ഭയങ്കര പ്രശ്നമാണ്. ക്യാൻസറാണ്. ഇത് മുറിച്ചു മാറ്റേണ്ടി വരും. എല്ലൊക്കെ മുഖത്തെ എല്ലാം മുറിച്ചു മാറ്റും. നിങ്ങൾ ആലോചിച്ച് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങളാണ് ഈ സ്ഥാനത്തേക്ക് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക? അപ്പ അമ്മയെ കരയാൻ തുടങ്ങി. എങ്ങനെ ഇതുകളോട് അവതരിപ്പിക്കുമെന്ന് അറിയത്തില്ല. ഇവള് വീട്ടിലേക്ക്, അപ്പ അമ്മ വീട്ടിലേക്ക് വരുമ്പോൾ ഇവളോടെ ഉണ്ട്. ഓടിച്ചെന്ന് ചോദിച്ചാൽ എന്താ ഒന്നും വീട്ടുന്നില്ല, എന്തറിയാം. അപ്പയുടെ റിപ്പോർട്ട് ഉണ്ട്. ആ റിപ്പോർട്ട് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് അജനൈസ് ക്യാൻസർ പേഷ്യന്റ്. ആ ക്യാൻസർ പോസിറ്റീവ് സർക്കോമ. നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി, എട്ടിപ്പോയി. പ്രീവിയസ് ഹിസ്റ്ററി ഒന്നുമില്ല ക്യാൻസർ, വീട്ടിൽ ആർക്കും ഇല്ല ക്യാൻസർ. പക്ഷെ എങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല. അന്ന് ജോലിക്ക് പോയില്ല. കുറെ നാൾ കൂടി കണ്ട സ്വപ്നമാണ് ആ ജോലി. വിളിച്ചു പറഞ്ഞു എനിക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അമൃത ഹോസ്പിറ്റലിലേക്ക് ഇവര് പോവാം. അമൃത ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ ക്യാൻസർ മാറണമെങ്കിൽ മുഖത്തെ എല്ല് മുറിച്ചു മാറ്റും. അതായത് എല്ല് ക്യാൻസർ ഉണ്ടാക്കുന്ന ഈ ഭാഗത്താണ്, ഈ എല്ല് മുറിച്ചു മാറ്റിയാലാണ് ക്യാൻസർ പോകുന്നത്.
ഓക്കെ ചെയ്യാം. ഇതില് ഈ വിഷയമൊക്കെ അറിഞ്ഞിട്ട് ഞാനപ്പോ ഇത്രയും സംഭവങ്ങൾ എനിക്കറിയാം. എല്ലിനെ കുറിച്ച് വന്നതൊക്കെ പറഞ്ഞത് ഞാൻ അറിഞ്ഞു. ഞാൻ വീട്ടിലേക്ക് ചെല്ലും. ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഞാൻ വിചാരിക്കണ ഇവള് കരയും, ഇങ്ങനെ കുറെ ചോദ്യം ചോദിക്കും, എന്തിനാ എന്റെ ലൈഫിൽ സംഭവിച്ചതെന്ന് നിങ്ങൾ ചോദിക്കുന്നൊക്കെ വിചാരിച്ചാൽ ഞാൻ ചെന്നത്. നിങ്ങൾക്കറിയാമോ, അന്ന് ഞാന് അവളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഞാൻ കാണുന്ന കാഴ്ച പറഞ്ഞ ഈ പെൺകൊച്ച് വീടിന്റെ പുറത്തേക്ക് നിന്ന് പറഞ്ഞു ഭയങ്കര ചിരിച്ചു. ഇവള് ഭയങ്കര എപ്പോഴും എങ്ങനെയാണോ ചിരിച്ചോണ്ടിരിക്കുന്നത് അതേ ചിരിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ വീടിന്റെ അകത്തേക്ക് കയറി. അപ്പയും അമ്മയും ഭയങ്കരമായിട്ട് അതീവ ദുഃഖത്തോടെ തല വിളിച്ചിരുന്നു. അപ്പൊ അമ്മേനോട് അമ്മയിങ്ങനെ എന്നെ കണ്ടത് വിതുമ്പുന്നുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു ഇത്തിരി ചായ കൊടുക്കുന്നു. അമ്മ ഇങ്ങനെ ചായ എടുത്തോണ്ട് വരും. ഞാൻ നോക്കുമ്പോ ഇവള് ഒന്നും അപ്രതീക്ഷിതമായതൊന്നും സംഭവിക്കാത്ത പോലെ അവള് ബിഹേവ് ചെയ്യും. എങ്ങനെയാ സാധിക്കുക? കാരണം ഞാൻ വിചാരിച്ചത് ഇവള് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു വയ്ക്കും, അറ്റ്ലീസ്റ്റ് കരയും. ഇവളൊന്നും ഒന്നും ഒന്നും റിയാക്ട് ചെയ്തില്ല, ഇങ്ങനെ ഭയങ്കര കൂളായിട്ടിരിക്കും. അന്ന് ഞാൻ ചോദിച്ചപ്പോ അവളെന്നോട് പറഞ്ഞൊരു ഡയലോഗ്, എന്റെ ലൈഫിലെ മിക്ക സമയങ്ങളിൽ എന്തെങ്കിലും ഭയങ്കര സപ്പോർട്ടിക്കുന്ന ഡയലോഗ്. അതെന്താ പറഞ്ഞറിയോ? ജിത്തേ, എന്റെ ഈശോ അറിയാതെ, എന്റെ ഈശോ അനുവദിക്കാതെ എന്റെ ലൈഫിൽ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇനി സംഭവിക്കത്തുമില്ല. എന്റെ ലൈഫിൽ ദൈവത്തിന്റെ അറിവ് കൂടാതെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഇനി സംഭവിക്കത്തുമില്ല. ഞാൻ അതിനപ്പുറം എന്താ പറയേണ്ടത് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമോ, ഇവളെ അമൃത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ഡോക്ടർ അയ്യർ എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള ക്യാൻസർ അതിന്റെ ചികിത്സിക്കുന്ന ഡോക്ടറാണ് അവളുടെ ചികിത്സ നടത്തിയത്. ഈ ഭാഗത്തെ എല്ല് മുറിച്ച് മാറ്റി, മുഖത്തെ അതിന് പകരം ഇടത്തേക്കാലിൽ നിന്ന് എല്ല് മുറിച്ച് വെച്ച് പിടിപ്പിച്ചു. നിങ്ങൾ ആലോചിക്കുക, ഫേസിന്റെ ഷേപ്പ് മാറും. ആ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യത്തെ ഓപ്പറേഷൻ ഫേസിന്റെ ഷേപ്പ് മാറില്ല. പക്ഷെ ഒരു കാര്യം ഉണ്ടായി, ഈ എല്ല് മുറിച്ചെടുത്തപ്പോ എല്ല് ഒടിയല്ലോ, മുറിച്ച് മാറ്റി. ഈ കാലിൽ എല്ലില്ല. ഈ കാലിങ്ങനെ വെച്ചിട്ട് ആ ഹോസ്പിറ്റലിൽ കിടക്കുക, കാല് മുക്കി വെച്ചിട്ട് ഈ മുറിവ് ഉണങ്ങിയോ നോക്കി തുറന്നു നോക്കില്ലേ, നോക്കുന്ന സമയത്ത് കാലിന്റെ അകത്ത് വലിയൊരു പുഴുവൊക്കെ വരാൻ തുടങ്ങി, പഴുത്തു പോയി കാല്. എന്നിട്ട് 2.5 മാസം കാലിങ്ങനെ മുക്കി വെച്ചിട്ട് കിടക്കാം. ഈ ടൈമിലൊക്കെ ഇവള് ആകെ പറഞ്ഞ കാര്യം എന്താ പറയുക, എനിക്ക് കുർബാന സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ, എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കണം. ഒരു പരാതിയിലും ഒന്നുമില്ല, ആകെ ഒരൊറ്റ നിബന്ധനയുള്ളൂ, എനിക്ക് കുർബാന സ്വീകരിക്കണം, എനിക്ക് ഈശോ സ്വീകരിക്കണം. ഇങ്ങനെ മുക്കി വെച്ചിട്ട് കിടക്കും. അപ്പൊ ഡോക്ടർമാർ പറഞ്ഞു നടക്കാൻ സാധ്യത കുറവാക്കുന്നു പറഞ്ഞു. പക്ഷെ ഈ ഒരു പതുക്കെ പതുക്കെ കാലിങ്ങനെ വെച്ച് എല്ലില്ലാത്ത ആൾ നടക്കാൻ നമ്മൾ മാച്ച് ചെയ്യണം. പതുക്കെ പതുക്കെ പെയിൻ സഹിച്ച് നടക്കാൻ തുടങ്ങി. നമുക്കറിയാം, നടക്കാൻ ആദ്യം എവിടെയെങ്കിലും പതുക്കെ പതുക്കെ നടന്നു തുടങ്ങിയിട്ട് അവൾ ആദ്യം എവിടേക്കാ പോയെന്ന് അറിയാമോ? കുർബാനയ്ക്കാ പോയത്. അന്ന് കുർബാന പോയി അവളുടെ ലൈഫിൽ വീണ്ടും ഇങ്ങനെ ഒരു ധീരയായിട്ടുള്ള യോധനം പോലെ ലൈഫിൽ തിരിച്ചെന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, എല്ലാവരും പറഞ്ഞു ഇനി അച്ഛനക്ക് പഠിപ്പിക്കാനൊന്നും പറ്റത്തില്ല, ക്യാൻസർ ഇങ്ങനെ കൂടിയൊക്കെ പോയി അവളുടെ. ഇപ്പൊ പണ്ടത്തെ ഭംഗിയൊക്കെ ഒന്ന് കുറഞ്ഞു, മുഖമൊക്കെ കുറച്ച് കറുത്തു, അങ്ങനെയൊക്കെ. അപ്പൊ ഇനി വേണ്ട, എല്ലാവരും ഒരു പക്ഷെ ചിന്തിക്കും ഞാൻ ഒന്നിനും പോകുന്നില്ല, ഇങ്ങനെ ഇരുന്നോളാം. എന്ത് സംഭവിച്ചതറിയോ? അവള് പഠിച്ച കോളേജില്ലേ, തേവര കോളേജിൽ അവിടെ ഒരു വേക്കൻസി വന്നപ്പോ അവൾ അവിടെ ഇന്റർവ്യൂ പോയിട്ട് അവിടെ ജോലി കിട്ടി. അതായത് നിന്ന് കൈയിടിക്കാൻ തോന്നി അവിടെ 1 വർഷം അവള് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ബികോം പഠിപ്പിച്ചോണ്ടിരിക്കും. ഈ ടൈമിൽ വേറെ സംഭവം നടക്കുന്നുണ്ടായിരുന്നു. ക്യാൻസർ വന്നപ്പോ ക്രിസ്റ്റഫറായിട്ടുള്ള കല്യാണം ഒപ്പിച്ച് വെച്ചേക്കണല്ലേ. അപ്പോ അവര് പറഞ്ഞു ക്യാൻസർ കല്യാണം നീട്ടി വെച്ചു. അവര് പറഞ്ഞു വേണമെങ്കിൽ കല്യാണത്തിന് മാറിക്കോളാൻ പറഞ്ഞു. ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞു ക്യാൻസർ വിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിശ്ചയിച്ചത്. ക്രിസ്റ്റഫറിന്റെ വീട്ടുകാർ പറഞ്ഞു അങ്ങനെ പോകാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ നിശ്ചയിച്ചത്, ഞങ്ങൾ ഉണ്ടാവുന്നത്. കൃത്യം 1 വർഷത്തിന് ശേഷം ഞാൻ അവിടെ എംഫിൽ പഠിച്ചോണ്ടിരിക്കുകയാണ്. വൈകുന്നേരം എന്നെ അച്ഛൻ വിളിച്ചു. ഞങ്ങളുടെ കോളേജിന്റെ പുറകിലായിട്ട് ഒരു കായലുണ്ട്, കായത്തീരം, ഞങ്ങൾക്ക് നടക്കാൻ പോകും. അവള് പറഞ്ഞു ജിത്ത എനിക്ക് നിന്നെ കാണണോ? ഞങ്ങൾ കണ്ടു. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കും. നടന്നു പോകുന്ന വഴിക്ക് അവളെ എന്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര കാര്യത്തോടെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഭയങ്കര കാര്യത്തോടെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ആ കോൺവെർസേഷൻ എത്തി എന്ന സമയത്ത്
ഈവനിങ് സൂര്യൻ അസ്തമിച്ചോണ്ടിരിക്കുക. ആ എൻഡ് ചെയ്യുന്ന സമയത്ത് ഇവൾ എന്നോട് പറയാം, എന്റെ കണ്ണുകളിലേക്ക് നോക്കി, ജിത്തെ എന്റെ കോളേജിലെ അവസാനത്തെ ദിവസം. എടാ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയായിരുന്നു ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഡോക്ടർമാര് പറഞ്ഞായിരുന്നു ഇനി ഒരിക്കലും ക്യാൻസർ ഉണ്ടാവില്ല, കാരണം മുഖത്ത് ക്യാൻസർ വരില്ലെന്ന് പറഞ്ഞു വരാതിരിക്കാൻ വേണ്ടി കുറച്ചും കൂടെ ഭാഗം കയറ്റിയെടുത്തത് കീമോ പോലും വേണ്ടായിരുന്നു, വീണ്ടും കീമോ ചെയ്ത് ക്യാൻസർ വരാതിരിക്കായിരുന്നു. പക്ഷെ ഡോക്ടർ പറയാ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, കാലിൽ നിന്ന് വെച്ച് പിടിപ്പിച്ച് എങ്കിലും ക്യാൻസർ വന്നിരിക്കുക. എന്താ ചെയ്യാം? അപ്പോൾ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു അടുത്ത ഓപ്പറേഷൻ വേണം. ആ ഓപ്പറേഷന് ഹിപ്പിൽ നിന്നാണ് എല്ലെടുക്കുന്നത്. ഈ ഹിപ്പിലെ എല്ലെടുത്ത് കുറിച്ച് വെക്കണം. നിങ്ങൾ ആലോചിക്ക്, ഹിപ്പിലെടുത്ത് നിങ്ങൾ ഇരിക്കണ പോലെ ഇരിക്കാൻ പറ്റത്തില്ല, ബെഞ്ചിലോ കസേരയോ ഇരിക്കാൻ പറ്റത്തില്ല, കുനിയാൻ പോലും പറ്റത്തില്ല. കുഴപ്പമില്ല, എനിക്കൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, കുർബാന തിരിച്ചത്. എനിക്ക് കുർബാന തിരിച്ചത്. അപ്പൊ എനിക്ക് ഞാനപ്പം നട്ടം എന്തുള്ള എനിക്ക് കുർബാന തിരിച്ചാണ്. ഞാനപ്പം അത് വിചാരിക്കും കുർബാന തിരിച്ചാൽ. എന്നിട്ട് എന്നോട് പറയാം അസുഖം മാറണമെന്നല്ല എന്നോട് പറയണം, നീ ഒരു കാര്യത്തോട് പ്രാർത്ഥിക്കണം, കീമോ സ്റ്റാർട്ട് ചെയ്തിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കീമോ സ്റ്റാർട്ട് ചെയ്തിരിക്കും കുർബാനയ്ക്ക് ഉറപ്പില്ല, കാരണം കീമോ സ്റ്റാർട്ട് ചെയ്തിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാനെന്ന് പറയണല്ലോ. ഇങ്ങനെയൊക്കെ സംസാരിക്കണേ. അങ്ങനെ നിങ്ങൾക്കറിയാം, രണ്ടാമത്തെ ഓപ്പറേഷൻ തന്നു. രണ്ടാമത്തെ ഓപ്പറേഷൻ ഹിപ്പിൽ നെല്ല് മുറിച്ചെടുത്ത് വെച്ച് പിടിപ്പിച്ചു. ഭയങ്കര പാടായിരുന്നു മുറിയാനൊക്കെ. ആ മുറിവ് ഉണങ്ങാൻ കുറെ സമയം എടുക്കും. ഈ എല്ല് മാത്രമല്ല കേട്ടോ മുറിച്ചെടുക്കണം, മാംസം എടുക്കും, ഞരമ്പെടുക്കും, ഈ ഫ്ലഷും ഈ വെയിലും ഒക്കെ കട്ട് ചെയ്ത് തുന്നി പിടിപ്പിക്കണം മുഖത്ത്. രണ്ടാമത്തെ ഓപ്പറേഷൻ ആയപ്പോ ഫേസിന്റെ ഷേപ്പ് പതുക്കെ മാറാൻ തുടങ്ങി. 2 മാസം കഴിഞ്ഞപ്പോ, കൃത്യം 2 മാസം കഴിഞ്ഞപ്പോ വീണ്ടും ക്യാൻസർ. ഈ വെച്ച് പിടിപ്പിച്ച ഹിപ്പിന്റെ എല്ല് വെച്ച് പിടിപ്പിച്ച അവളെ. അപ്പോ അവൾ എന്നെ ഫോൺ വിളിച്ചു, ജിത്തേ സംസാരിച്ചോടിക്കാൻ പറഞ്ഞു, എടാ ഇപ്രാവശ്യം അടുത്ത ഓപ്പറേഷനിൽ ഞാൻ പോവാ. ഈ ഓപ്പറേഷന് ഈ ഇവിടത്തെ എല്ലുണ്ട്, പ്രഷ്യസ് ബോൺ. ഡോക്ടർ പറഞ്ഞ് ഇനി ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റാൻ എല്ലൊന്നുമില്ല, ഈ മുഖത്ത് ഫിറ്റ് ആവുന്ന എല്ല് ഈ പുറത്തെ അല്ല, പ്രഷ്യസ് ബോൺ എന്ന് പറയണം. ഈ എല്ലിന് മുറിച്ചെടുത്ത് വെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞത്. എനിക്ക് കുർബാനയ്ക്ക് പ്രാർത്ഥിക്കണം. എന്നിട്ട് നിങ്ങൾക്കറിയാമോ, 3ാമത്തെ ഓപ്പറേഷന്റെ സമയത്ത് ഈ എല്ല് മുറിച്ചെടുത്ത് വെച്ചു. പക്ഷെ അതിന് നീട്ടം പോലെയായിരുന്നു ആ എല്ലിന്. എന്നിട്ടൊരു സ്റ്റീൽ റോഡ് കൂടി വെച്ച് പിടിപ്പിച്ചു മുഖത്ത്. അതായത് ഇപ്പൊ മുഖത്ത് ഒരു സ്റ്റീൽ കാണും, നമ്മുടെ മുഖത്തൊരു കുരു വന്നു, നമ്മുടെ മുഖത്ത് ഒരു പാട് വന്ന, അൺയൂഷ്വലായിട്ടൊരു പാട് വന്നാൽ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ട്, എന്തൊരു ഇറിറ്റേഷൻ. ഒരു പെൺകുട്ടിയുടെ മുഖത്ത് ഷേപ്പ് മാറി. എനിക്ക് ആ വീഡിയോസ് നിങ്ങൾ കാണിക്കാൻ പറ്റുന്ന സംഭവമുണ്ട്, നിങ്ങൾക്ക് അപ്പോഴും ശരിക്കും മനസ്സിലാവും ആ ഇമേജൊക്കെ. ഈ ഫേസിന്റെ ഇവിടെ ഒരു സ്റ്റീൽ ചോദിച്ചേക്കാം. അത് മാത്രം എന്ത് പറ്റിയെന്ന് അറിയാമോ, ഓപ്പറേഷനുമായിട്ട് വായിലെ പല്ലൊക്കെ കളഞ്ഞു. അവള് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുമായിരുന്നു. അച്ഛന നാക്കുള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്തു, നാക്കിന് പുറത്തേക്ക് വരത്തില്ല, വായിലൂടെ ഇനി ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, വയറ്റിലൊരു ട്യൂബ് ഇട്ട് കൊടുത്തു. നിങ്ങൾ ഇമാജിൻ ചെയ്തേ. എന്നോട് ബ്രോ പറഞ്ഞു എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നവർക്ക് നന്ദി പറഞ്ഞു അല്ലെ. ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഇഷ്ടം വരുന്നത് നാക്കുകൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. ഇവർക്ക് എന്ത് പറ്റുന്നറിയോ, നാക്കുള്ളിലേക്ക് സ്റ്റിച്ച് ചെയ്തു, നാക്കിൽ കൂടി കഴിക്കാൻ പറ്റില്ല, വയറ്റിലൊരു ട്യൂബ് ഇട്ട്. ഇതിനെ നമ്മൾ തുമ്പിക്കെന്ന് വിളിക്കണേ, എന്റെ തുമ്പിക്കൈ. ഇനി ജീവിതം മുഴുവൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭക്ഷണമൊക്കെ ചാറായിട്ട് ഈ ട്യൂബിലൂടെ ഒഴിച്ച് വേണം കഴിക്കാൻ. ഇവള് കുർബാനയ്ക്ക് പോകുമ്പോ എങ്ങനെ കുർബാന ചെയ്യുന്നതെന്ന് അറിയോ, വിശുദ്ധ കുർബാന എടുത്തിട്ട് വെള്ളത്തിലരിച്ചിട്ട് വെള്ളം ഒഴിക്കുകയും ചെയ്യണം ഈ ട്യൂബിലേക്ക്. ഭക്ഷണം ഒരു ടേസ്റ്റും ഇല്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്കറിയാമോ, എന്നെ അവള് വീട്ടിൽ വിളിക്കും കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട്. ഇവക്ക് ഒരിക്കലും കഴിക്കാൻ പറ്റില്ല, പക്ഷെ ഇവള് കേക്കും കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് തരും. എന്നിട്ട് ഞങ്ങൾ കഴിക്കുമ്പോൾ അതിന് സന്തോഷിച്ചിരിക്കും.
ഞാൻ അത്ഭുതത്തോടെ നോക്കാറുണ്ട്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ സമയത്ത് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റണേ, ചിരിക്കാൻ പറ്റണേ. ഈ ടൈമിൽ സംഭവം ഉണ്ടായി. പതുക്കെ ഇങ്ങനെ ക്യാൻസർ വീണ്ടും വന്നു തുടങ്ങി. 4ാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞു. 4ാമത്തെ ഓപ്പറേഷന് പലത്തേക്കാലിൽ എല്ലാം കുറിച്ച് വെച്ച് പിടിപ്പിച്ചത്. ഈ കാലിനുള്ള എല്ല് കുറിച്ചെടുക്കുമ്പോഴുള്ള പെയിൻ ഒക്കെ അറിയാവുന്നത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്റെ കാലിലെ എല്ല് കുറിക്കരുത്. പക്ഷെ വേറെ നിവൃത്തിയില്ലാത്ത വലത്തേക്കാലിലും എല്ല് കുറിച്ചെടുത്ത് വെച്ചു പിടിപ്പിച്ചു. മാംസം ഫ്ലഷും ഒക്കെ എടുത്തു. ഇവളുടെ ചേച്ചി പറയും, കൊച്ചിന് ഉടുപ്പ് മാറ്റിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു നിന്നു. കാരണം എല്ലില്ല, മാംസമില്ല, അവിടെ ഇവിടെയൊക്കെ കുഴിഞ്ഞ് ശരീരം, എല്ലില്ലാത്ത ഈ എല്ലും വെച്ച് പിടിപ്പിച്ചു. ഞാൻ വിചാരിച്ചു ഈ 4ാമത്തെ ഓപ്പറേഷന്റെ സമയമാകുമ്പോൾ അവള് പരാതി പറയും, ദൈവം ഇല്ല എന്ന് പറയും, ദൈവം റിയൽ അല്ല എന്ന് പറയും, ഈ വിശ്വാസമൊക്കെ ഉപേക്ഷിച്ചിട്ടിട്ട് പോകുമെന്ന് ഞാൻ വിചാരിച്ചു 4ാമത്തെ ഓപ്പറേഷന്റെ സമയം. പക്ഷേ നിങ്ങൾക്കറിയാം, അന്നും അവള് പറഞ്ഞു ദൈവമുണ്ട്. എനിക്കിപ്പോഴും അവിടെ ഞങ്ങളുടെ ഒരു ഫോൺ കോൺവെർസേഷൻ ഉണ്ട്. ആ കോൺവെർസേഷൻ ഞാൻ ചോദിച്ചു, അച്ഛൻ ഡു യു തിങ്ക് ഗോഡ് ഈസ് ദേർ? നിനക്ക് തോന്നുന്നുണ്ടോ ദൈവം ഉണ്ടെന്ന് ഈ പെയിനിലൂടെ കടന്നു പോകും? അപ്പൊ അവൾ എന്നോട് പറഞ്ഞതെന്നറിയോ, ജിത്തേ ദൈവമുണ്ട്. എന്നിട്ട് അവള് പറയാം, ജിത്തേ അതുകൊണ്ടല്ലേ എനിക്ക് ഈ സമയത്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റണേ, എനിക്ക് ചിരിക്കാൻ പറ്റണേ. വീട്ടിൽ ഒത്തിരി ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്, പക്ഷെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇതൊക്കെ കൊണ്ടുപോകുന്ന ദൈവമല്ലേ. ദൈവമുണ്ട്. She used to say this, ദൈവമുണ്ട്. അങ്ങനെ 4 ഓപ്പറേഷൻ കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ക്യാൻസർ. പക്ഷേ ആ ക്യാൻസർ എന്നത് എന്റെ മനസ്സിലാക്കും. ഡോക്ടർമാർ പറഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല. അതായത് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല. ഇനി ഒരു എല്ലും മുറിച്ചെടുക്കാനുമില്ല, ഒന്നും ചെയ്യാനില്ല. കാരണം ലങ്സിലേക്ക് വന്നു. That means you will die soon. ഇവള് നേരത്തെ തന്നെ ഈ ക്യാൻസറിന്റെ ഡീറ്റെയിൽസ് എടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഇവള് നേരത്തെ പറയായിരുന്നു, ആദ്യം എനിക്ക് സംഭവിക്കാൻ പോണത് എന്റെ കണ്ണടിച്ചു. അതായത് നമ്മളിപ്പോ കാണുന്നുണ്ടല്ലോ നന്നായിട്ട്. അതുപോലെ ഈ ക്യാൻസറിന്റെ സെല്ലുകൾ ഭയങ്കര അഗ്രസീവ് ആയിരുന്നു. ഈ ക്യാൻസറസ് ട്യൂമർ വളർന്ന് എന്റെ കണ്ണ് ആദ്യം കാഴ്ച നഷ്ടപ്പെടും, 2 എന്റെ ചെവി പോകും, പിന്നെ എനിക്ക് ഓർമ്മ നഷ്ടപ്പെടും, അവസാനം ശ്വാസം കിട്ടാതെ എനിക്ക് ഞാൻ മരിക്കാൻ കൂടി. നിങ്ങൾ ഓൾറെഡി പറഞ്ഞു. എന്തറിയാമോ എന്താ സംഭവിച്ചത്? ഈ ക്യാൻസർ ഉണ്ടല്ലോ, ഇടത്ത് വശത്തെ ക്യാൻസർ പഴുക്കാൻ തുടങ്ങി. അത് വളരെ തുടങ്ങി, വാ മുഴുവൻ നിറഞ്ഞു, വാ തുറക്കാൻ പറ്റത്തില്ല. അതുപോലെ എന്നിട്ട് നമ്മൾ പൊട്ടാൻ തുടങ്ങി. എന്നിട്ടുണ്ടല്ലോ ഈ മുഖത്ത് വലിയൊരു ഓട്ടയും. അത് നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് അച്ഛനെ അടിച്ചത് എന്റെ യൂട്യൂബ് ചാനലാണ്. ഈ മുഖം മൊത്തം വലിയൊരു ഓട്ടയും. അതെനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ വീഡിയോ ഉണ്ടെങ്കിൽ കാണിച്ചു. ഈ മുഖം വലിയൊരു ഓട്ടയും, ഇതിൽ നിന്ന് പസ്സും പുഴുവൊക്കെ വരാൻ തുടങ്ങി. എന്നിട്ട് ഈ പെൺകുച്ച് ഈ പസ്സും പുഴുവൊക്കെ അവരുടെ മുഖം ക്ലീൻ ചെയ്തിട്ട് അവിടെ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകും. ഞാൻ വിചാരിച്ചു ഈ ടൈമിലെങ്കിലും അവള് പറയും ദൈവമില്ലാതെ. But she never said. ഒരിക്കലും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയാമോ, ഒരു ദിവസം ഇവളിങ്ങനെ പതുക്കെ ഓർമ്മ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഈ ഒരു കണ്ണിന്റെ കാഴ്ച പോയി, ചെവിയുടെ കേൾവി പോയി, കണ്ണും ചെവിയൊക്കെ പോയിട്ട് ഒന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. ഇവള് പള്ളി പോകുന്നത് ഭയങ്കര രസമാണ്. 2 കാലിലും എല്ലില്ല, ഇങ്ങനെ ഒരു താളമില്ലാതെ തൊങ്ങിയാണ് ഈ പെൺകൊച്ച് പള്ളിയിലേക്ക് പോകും. അജിനയുടെ ബുക്ക് എഴുതുന്ന സമയത്ത് എന്നെ ഒരു മനുഷ്യൻ വിളിച്ചു, എന്നാണ് മനുഷ്യനെ വിളിച്ചു. എന്നിട്ട് ആ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ആ കൊച്ചിനെ പറ്റി ബുക്ക് എഴുതുന്നതിന് ഞാൻ അറിഞ്ഞായിരുന്നു. ഈ ബുക്ക് മോനെ എഴുതല്ലേ, എനിക്കൊരു കാര്യം മോനോട് പറയാനുണ്ട്. എന്താ ചേട്ടാ പറയുന്നത്? ചേട്ടൻ പറയാം, ഈ കൊച്ചില്ലേ, ഈ കൊച്ച എന്റെ ജീവിതത്തെ മാറ്റി മറിച്ചത്. എങ്ങനെയാണ് അവൾ മാറ്റി മറിച്ചത്?
ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ചേട്ടൻ എന്താ കണ്ടത്? ഈ മനുഷ്യൻ പറയാം, ഞാൻ റെയിൽവേയിലാണ് വർക്ക് ചെയ്യണം. എല്ലാ ദിവസവും രാവിലെ ഞാൻ റെയിൽവേയിലേക്ക് ജോലിക്ക് വേണ്ടി പോകാറുണ്ട്. ഓഫീസിൽ ബൈക്ക് ഓടിച്ചു ഞാൻ പല വഴിക്ക് പോകാറുണ്ട്. എറണാകുളത്ത് റെയിൽവേയിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് പോണ സമയത്തൊക്കെ ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരമ്മയും ഒരു പെൺകൊച്ചും കൂടെ പള്ളിയിലേക്ക് പോകണം. ഈ കൊച്ചു പോണത് ഇങ്ങനെ ഇങ്ങനെ തപ്പി ഇങ്ങനെ ഇങ്ങനെ തപ്പിയാ പോണത്. കൊച്ച് ചട്ടി ഇങ്ങനെ കിളച്ച് കൊച്ചു പോണാണ്. പക്ഷെ ഭയങ്കര സ്പീഡിൽ കൊച്ചു പോകണം. ഞാൻ എപ്പോഴും കൗതുകത്തോടെ നോക്കാറുണ്ട് കൊച്ചു പള്ളിയിൽ പോകണം. ഞാൻ ചോദിച്ചു, അതാണോ ചേട്ടനെ അത്ഭുതപ്പെടുത്തിയത്? മോനെ അതല്ല. എന്നിട്ട് ഈ മനുഷ്യൻ പറയാം, മോനറിയോ, എനിക്ക് ആവശ്യത്തിന് പണമുണ്ട്, ഞാൻ റെയിൽവേയിലാണ് വർക്ക് ചെയ്യണം, അതുകൊണ്ട് എനിക്ക് ദൈവത്തെ ഒന്നും വേണ്ടായിരുന്നു. എന്റെ ലൈഫിൽ ഞാനിങ്ങനെ വിചാരിച്ചു ദൈവമൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചു എനിക്ക് പൈസ ഉണ്ടല്ല, അങ്ങനെ വിചാരിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഞാനിപ്പോ ഒരു ദിവസം ഒരു കുർബാന നടക്കാറുണ്ട്. എന്നിട്ട് ഈ മനുഷ്യൻ പറയാം, ഞാൻ കണ്ട ആ കാഴ്ചയാണ് എന്റെ ലൈഫിനെ മാറ്റുന്നത്. എന്താണ്? എന്നിട്ട് ഈ മനുഷ്യൻ പറയാം, മോനെ ഞാൻ ഈ കാഴ്ച പതിവായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. അതിന് വിപരീതമായിട്ട് ഞാൻ വേറൊരു സംഭവം കണ്ടു. ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നു. ഒരു ദിവസം ഈ കൊച്ച് ഇങ്ങനെ തൊങ്ങി നടക്കുക. നടന്നിട്ട് ഈ കൊച്ച് നിന്നിങ്ങനെ വോമിറ്റ് ചെയ്യുക. വോമിറ്റ് ചെയ്തിട്ട് ഈ കൊച്ച് നിൽക്കും കുറച്ച്. എന്നിട്ട് വീണ്ടും 2-3 സ്റ്റെപ്പ് ഇങ്ങനെ വെക്കും. എന്നിട്ട് വീണ്ടും വോമിറ്റ് ചെയ്യും. നടക്കും, വോമിറ്റ് ചെയ്യും, നടക്കും, വോമിറ്റ് ചെയ്യും. ഞാൻ തുടർച്ചയായിട്ട് വീണ്ടും എല്ലാ ദിവസങ്ങളും കാണുന്നതാണ്. ഈ കൊച്ച് വോമിറ്റ് ചെയ്ത് എങ്ങോട്ടോ പോകും. ഞാനൊരു ദിവസം വണ്ടി നിർത്തിയിട്ട് ഈ കൊച്ചിന്റെ അമ്മയോട് ചോദിച്ചു, എന്ത് കൊച്ചിങ്ങനെ വോമിറ്റ് ചെയ്യണം? അപ്പം ഈ കൊച്ചിന്റെ മുഖം മൊത്തം ഇത്രയും കവർ ചെയ്തേക്ക്, എനിക്ക് മുഖം മുഴുവൻ ക്ലിയർ ആയിട്ട് കാണില്ല. അപ്പൊ ഈ കൊച്ചിന്റെ അമ്മ പറഞ്ഞു, മോനെ ക്യാൻസർ ആണ്, ഏറ്റവും അവസാനത്തെ സ്റ്റേജാണ്. കൊച്ചിന് രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല. ഈ ട്യൂമർ ഇങ്ങനെ ശ്വാസകോശത്തിൽ നിറഞ്ഞിട്ടേ, നിങ്ങൾ ഞാൻ തുടക്കത്തിൽ ഇങ്ങനെ ബ്രത്ത് ഹോൾഡ് ചെയ്ത് ആക്ടിവിറ്റി ചെയ്യിപ്പിച്ചില്ലേ, അതൊന്നും കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടാണ്. ഇവക്ക് എത്ര ആഗ്രഹിച്ചാലും ശ്വാസം കിട്ടത്തില്ല. Can you imagine that situation? എത്ര ശ്രമിച്ചാലും ശ്വാസം കാര്യമായിട്ട് കിട്ടത്തില്ല. എന്നിട്ട് ഇവള് പാതിരാത്രി 2 മണിക്ക് 3 മണിക്ക് എഴുന്നേറ്റിട്ട് ഇങ്ങനെ കിതയ്ക്കോ, ശ്വാസം കിട്ടാത്ത. എന്നിട്ട് ഉറങ്ങിയിട്ടില്ല ഈ കൊച്ച്. രാവിലെ എഴുന്നിട്ട് ഈ റൂട്ടൊക്കെ ഈ കൊച്ച് ക്ലീൻ ചെയ്യും. ഞാൻ പറഞ്ഞു, മോളെ ഈ കൊച്ച് വന്നിട്ട് പള്ളിയിൽ പോകണം. ഇവർക്ക് പള്ളിയിൽ പോകാൻ പറ്റത്തില്ല. അതിനാണ് ഈ വാശി വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ ഞാൻ ഓട്ടോയ്ക്ക് പോയാലോ? ഈ ചേട്ടൻ പറഞ്ഞു, മോളെ ഒരു ഓട്ടോയ്ക്ക് കൊണ്ടുപോയി. പറഞ്ഞു, ഞാനൊന്നും പറയാനിട്ടല്ല പറയാം, പക്ഷെ അവൾ പറയണെന്നറിയോ, എന്റെ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ തൊക്കി പൊക്കോളാം. എന്തിനു തൊക്കി പൊക്കോളാം? എന്റെ ഈശോയെ സ്വീകരിക്കാൻ. എന്നിട്ട് ഈ മനുഷ്യൻ പറയാം, ഈ കൊച്ചു തൊങ്ങി ഈ മരണം മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വോമിറ്റ് ചെയ്ത് പള്ളിയിൽ പഠിപ്പിക്കും. ഇത്രയും ബുദ്ധിയുള്ള വച്ച പ്രൊഫസറായിരുന്നു. ഇത്രയും ബുദ്ധിയുള്ള വച്ച ഛർദിച്ച് പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായി സത്യമായിട്ടും ഈശോ. എന്നിട്ട് ആ മനുഷ്യൻ പറയാം, അന്ന് മുതൽ എല്ലാ ദിവസങ്ങളും കുർബാനയ്ക്കുമായിരുന്നു. കുർബാന സ്വീകരിച്ചിട്ട് ഈ ട്യൂബിലേക്ക് ഇങ്ങനെ വെള്ളത്തിൽ ഒഴിച്ചിട്ട് സ്വീകരിക്കും. ഒരു ദിവസം എൻ്റെ ലൈഫിൽ ഒത്തിരി ടച്ച് ചെയ്തൊരു സംഭവമായിരുന്നു. എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് അച്ഛന് അത്ഭുതമായിരുന്നു. കാരണം ഈ ഒരു പെയിനുണ്ടായപ്പോൾ എനിക്ക് അടുത്തറിയാം, ഒരിക്കൽ പോലും ഒരു പരാതി പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്നോ, ഞാൻ എന്ത് ചെയ്തിട്ടാ ദൈവം എനിക്ക് തന്നേന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അവള് ആ ഓരോ പെയിനിലും ഇങ്ങനെ നന്ദി പറയാനും. അതെങ്ങനെയെന്നറിയോ, ഞാൻ നിങ്ങളോട് കുറച്ചു മുമ്പ് ആക്ടിവിറ്റി ചെയ്യിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ലൈഫിൽ ദൈവം തന്നത് നിങ്ങൾക്ക് എന്തിനൊക്കെ നന്ദി പറയാനുള്ളത് ഞാൻ നിങ്ങളോട് ചോദിച്ചു. ഒരാള് 2 പേര് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇതിന് നന്ദിയുണ്ട് പറയാം, ഇതിന് നന്ദിയുണ്ട്. വേറെ ചില ആൾക്കാർ ചിന്തിച്ചോന്ന് എനിക്കറിയില്ല. ചിന്തിച്ചപ്പോൾ ചിലപ്പോ ഒന്നും കിട്ടിക്കാണില്ല. എന്റെ ലൈഫിലെ ഏറ്റവും മാറ്റം മറിച്ച സംഭവം ഞാൻ പറയും.
എന്നെ അമ്മച്ചി വിളിച്ചേക്കാണ്. ഇവളുടെ അച്ഛമ്മ എന്ന് അമ്മയുടെ പേര്. ആദ്യമായിട്ട് എന്നെ അമ്മച്ചി വിളിച്ചിട്ട് കരയാൻ തുടങ്ങി. എന്നിട്ട് അമ്മച്ചി പറഞ്ഞു, മോനെ അജിനെ കരച്ചില്ല. അപ്പൊ ഞാൻ ഇത്രയും നാളായിട്ട് അവൾ കരഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും വിളിക്കുന്ന ആളാണ്. ഈ മുഖം ഇങ്ങനെ വിരൂപമായപ്പോ പോലും അവൾ കരഞ്ഞിട്ടില്ല. കണ്ണിന്റെ കാഴ്ച പോയായിരുന്നു. ഈ കണ്ണിന്റെ കാഴ്ച പോയി, ചെവി പോയി, മുഖത്ത് ഭയങ്കര മണം വരുമായിരുന്നു ഈ മുഖത്തിന്റെ ഇവിടെ. അപ്പൊ പോലും ഇവള് പരാതി പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു ദിവസം അവള് ഭയങ്കര കരച്ചില്ലാന്ന് പറഞ്ഞു. ഞാൻ ചെന്നപ്പോ അമ്മ പറയാ, മോനെ ഇന്നൊരു സംഭവം ഉണ്ടായി. എനിക്ക് രാവിലെ പള്ളിയിൽ പോകാൻ പറ്റിയില്ല, എനിക്ക് പനിയായിരുന്നു. അപ്പൊ ഞാൻ കൊച്ചിന് കുർബാനയ്ക്ക് വളർന്നു പറഞ്ഞപ്പോ ഞാൻ കൊച്ചിനെ കൊണ്ട് പള്ളിയിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ചു വന്നു. എന്നിട്ട് കപ്പേരനോട് പറഞ്ഞു, അപ്പ വന്നിട്ടുണ്ടായിരുന്നില്ല, അപ്പ വരാത്തോണ്ട് കപ്പേരനോട് പറഞ്ഞു കൊച്ചിനൊന്ന് ഓട്ടോ കയറ്റി വിടണമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വന്നു. ഈ സമയത്ത് എന്തായിട്ടായെന്ന് അറിയാമോ? ഇവള് കുർബാന തുറന്നപ്പോ, കാരണം ഈ ക്യാൻസറിന്റെ പ്രത്യേകത വെച്ചാൽ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുന്നതും ഓർമ്മ നഷ്ടപ്പെട്ടു. ഈ കൊച്ച് കുർബാന തുറന്നറിയുമ്പോഴത്തേക്കും നടന്ന് ആൾത്താരിലേക്ക് പോകും. ബോധമില്ലാതെ നടന്നിട്ട് ആൾത്താരിലേക്ക് പോകും. അപ്പൊ അപ്പം നോക്കുമ്പോ വന്നപ്പോ അമ്മയുണ്ട്, കൊച്ചില്ല. അപ്പം പള്ളിയിലേക്ക് നോക്കിയപ്പോ കാണുന്ന കാഴ്ച ഇവളിങ്ങനെ ആൾക്കാരിൽ ഇങ്ങനെ തൊങ്ങി നടന്നു പോകും. കുർബാന തുറന്നപ്പോ അപ്പൊ പെട്ടെന്ന് കൈ കയറി പിടിച്ചു. അപ്പൊ ഇവളിങ്ങനെ ഒറ്റ കരച്ചില്ല. എന്താ പറയാ, അപ്പാ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, അപ്പാ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല അപ്പാ എന്ന് പറഞ്ഞ ഒറ്റ കരച്ചില്ല. അപ്പൻ അന്ന് മാത്രം കുർബാന സ്വീകരിച്ചില്ല. ഇവളുടെ ചിന്തകൾ കുർബാന സ്വീകരിച്ചു. അപ്പൊ ഈ വായിൽ വലിയ ട്യൂമർ നടന്നപ്പോ കുർബാന ഇങ്ങനെ വായിന്റെ ഇടയിലൊന്നും. എന്നിട്ട് വീട്ടിൽ വന്നിട്ടാണ് ഇത് എടുത്തിട്ട് വെള്ളത്തിൽ സ്വീകരിക്കുന്നത്. അപ്പൊ അപ്പന്റെ കൈ പിടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമോ. ഇവള് മഞ്ഞൊഴിക്കൊന്നും മിണ്ടുന്നില്ല. കുർബാന വായിലിരിക്കാണ്, ഈശ്വരിക്കാണ്. അപ്പൊ അന്ന് വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് അമ്മ മിണ്ടാൻ നേരത്തെ പറഞ്ഞു, ഈശ്വരിക്കാണ്. അമ്മ പറഞ്ഞു, മോളിന്ന് കുർബാന സ്വീകരിച്ചിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അവള് ഇങ്ങനെ വായിലേക്ക് കൈ വെച്ചപ്പോൾ കുർബാനയില്ല. അവളിങ്ങനെ കരയാൻ. അന്ന് മാത്രം അവളിങ്ങനെ പൊട്ടിക്കരയുന്നു. അവളിങ്ങനെ പറഞ്ഞു, ഈശോയെ എന്റെ കണ്ണുപോയി, കാതുപോയി, എന്റെ മുഖം ഇങ്ങനെ, എനിക്ക് ഒന്നിനും പരാതി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് എന്റെ ഓർമ്മ നഷ്ടപ്പെട്ടു പോയപ്പോ എനിക്ക് നിന്നെ സ്വീകരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി. അന്ന് അജിനെ കണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അന്നത്തെ ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അജിനെ അന്ന് ഹോസ്പിറ്റലിൽ കിടന്ന് പോണ വഴിക്ക് അന്ന് പറഞ്ഞു, എനിക്ക് കുർബാന സ്വീകരിക്കണം അച്ഛന്. അവള് പറഞ്ഞു, എനിക്കറിയത്തില്ല ഇനി തിരിച്ചു വരാനുണ്ടാവുള്ളൂ, എനിക്ക് കുർബാന സ്വീകരിക്കണം. പിന്നെ വൈകിട്ട് ഇവിടെ ശ്വാസം കിട്ടാത്ത കഴുത്തിൽ ഒരു ഹോളിടും എന്നവർ പറഞ്ഞു. അതവൾ പറഞ്ഞു, ഇടരുതെന്ന് പറഞ്ഞു. കാരണം അവസാന സമയത്ത് ഒന്നും സംസാരിക്കാൻ പറ്റില്ല. അന്ന് അവള് ആശുപത്രിയിൽ ഇവളുടെ അമ്മേനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അമ്മ എന്റെ പുണ്യമാണെന്ന് പറഞ്ഞ് അമ്മേനെ കെട്ടിപ്പിടിക്കണം. കാരണം അമ്മ അവസാനം വരെ ഉണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ പാരൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ അവസാനം വരെ, നമ്മുടെ അമ്മയൊക്കെ ഉണ്ടാവും. ഇന്ന് എന്റെ അമ്മ പറഞ്ഞ രാവിലെ, മോനെ നിനക്ക് എന്ത് പറ്റില്ല, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. എന്നിട്ട് എനിക്ക് എന്നെ അനുഗ്രഹിച്ചിട്ട് എന്റെ അമ്മേനോട്. അപ്പൊ എനിക്ക് മനസ്സിലായി, നമുക്കൊക്കെ നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാവും അവസാനം. ഇവിടെ അമ്മേനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാം, അമ്മേന്റെ പുണ്യാണ്, അമ്മേന്റെ പുണ്യാണ്. നാളുകളിൽ നിങ്ങൾ അമ്മമാരാവും, നിങ്ങളുടെ മക്കള് പറയും നിങ്ങളുടെ പുണ്യാണ്. അന്ന് ഹോസ്പിറ്റലിൽ പോണ വഴിക്ക് അവൾ ഈ കാര്യമൊക്കെ പറഞ്ഞു, എനിക്ക് വിശ്വസിച്ചിരിക്കണം. അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. ഡോക്ടർമാർ പറഞ്ഞു, സോഡിയം ലെവൽ വളരെ കുറവാണ്, കൂടിപ്പോയ 1 വീക്ക് അത്ര ഉള്ളെന്ന് പറഞ്ഞു. ആശുപത്രി കിടന്നു. അന്നൊരു സംഭവം ഉണ്ടായി. ഇവളുടെ വികാരിച്ച് വിശുദ്ധ മരം കൊണ്ട് വരാണ്ട് അമൃത ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ഏത് ടവറിലാണ് ഇവൾ കിടക്കണേന്ന് അച്ഛൻ അറിയത്തില്ല. ഇവള് പറഞ്ഞു, എനിക്ക് കുർബാന സ്വീകരിക്കണം. ആകെ
വാശി പിടിച്ചിരുന്നു. അപ്പം ഭയങ്കര പെയിൻ ആയി, കാരണം സെഡേഷൻ കൊടുത്ത് ഉറക്കിയിട്ടേക്കോ. ഒരു ദിവസം അച്ഛൻ കുർബാനെ കൊണ്ട് വന്ന സമയത്ത് നമ്മൾ സെഡേഷൻ കൊടുത്ത് ഉറക്കി 8 മണിക്കൂർ എഴുന്നേക്കോ. അച്ഛന് എങ്ങോട്ടാ വരണ്ടേന്ന് അറിയത്തില്ല, ഇത് കിടക്കാൻ സ്ഥലമില്ല. ഇപ്പോഴും ഡോക്ടർമാർക്ക് നേഴ്സുമാർക്ക് കാര്യങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ചത് ചേച്ചിയും അമ്മയുണ്ട് ഇവരുടെ അടുത്ത്. ഇവര് ചാടി എഴുന്നേറ്റു. അതായത് ഈ ഉറങ്ങി കിടക്കുന്ന സെഡേഷൻ കിടക്കുന്നവരോട് ചാടി എഴുന്നേറ്റിട്ട് മൊബൈലില് വർത്തനം പറയാൻ പറ്റത്തില്ല, മൊബൈലിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യാം. അച്ഛൻ കുർബാനയെ കൊണ്ട് വന്നിട്ടുണ്ട്, അച്ഛൻ താഴെ ചുറ്റുമാണ്, അച്ഛൻ എങ്ങനെ കയറുന്നില്ലെന്ന് അറിയത്തില്ല. ഇത് ടൈപ്പ് ചെയ്ത് സ്ക്രീൻഷോട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നു, അത് കാണിക്കാൻ പറ്റത്തുണ്ടോ. ഇത് കണ്ട് ചേച്ചി അമ്മച്ചി ഞെട്ടിപ്പോയി. കാരണം അച്ഛൻ വിളിച്ചിട്ടില്ല, അച്ഛൻ വരുമ്പോ വിളിക്കേണ്ടത് വിളിച്ചിട്ടില്ല, അച്ഛൻ നല്ല ടൈം തരും. ഇവര് ഈ വേറെ സ്ഥലത്ത് കിടക്കണം, ഈ കൊച്ചിനെ എങ്ങനെ അച്ഛൻ കുർബാനയെ കൊണ്ട് വന്നു എന്തെങ്കിലും ആവട്ടെ. ചേച്ചി മൊബൈൽ പിടിച്ചോണ്ട് താഴേക്ക് ഇറങ്ങുന്നുണ്ടല്ലോ, അച്ഛൻ ഈ മൊബൈൽ കാണിച്ചു. അച്ഛനും ചേച്ചിയും ഇത് പറഞ്ഞിട്ട് ഇവിടെ ബോധം കെട്ട് കിടക്കുക. എന്നിട്ട് അച്ഛൻ വന്നിട്ട് കുർബാന വെള്ളത്തിലടിച്ച് സെഡേഷനിൽ കിടക്കുന്ന ആൾക്ക് എങ്ങനെയാണ് കുർബാന ഓർമ്മ നഷ്ടപ്പെട്ടു പോയ ആൾക്ക് എങ്ങനെയാണ് ഈശോ വന്നത് മനസ്സിലായി. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ നിങ്ങൾ കണ്ടെത്തേണ്ട ഏറ്റവും വലിയ കണ്ടെത്തൽ എന്ന് പറയുന്നത് ദൈവമുണ്ട് എന്നുള്ള കണ്ടെത്തൽ. ഹി ഈസ് റിയൽ എന്ന് കണ്ടെത്തൽ. അതുകൊണ്ടാണ് അച്ഛൻ താഴ്ത്തു കുർബാനയുണ്ട്. ഞാനത് ചുമ്മാ തമാശ ഉണ്ടാക്കി പറയാം. യുഗോവാല സ്റ്റമക ഹോസ്പിറ്റൽ ഡോക്ടർ അയ്യറിനോട് നിങ്ങൾ ചോദിക്കും, വളരെ ഫേമസ് ആണ് ആ ഡോക്ടർ. എങ്ങനെയാന്ന് അറിയത്തില്ല, പക്ഷേ അവള് ക്രിസ്തുവിനെ കണ്ടുമുട്ടി, അവൾ ഈശോയെ കണ്ടെത്തി. എന്താണ് അന്വേഷിച്ചു, അതുകൊണ്ട് അവൾ കണ്ടെത്തി. അതുകൊണ്ടാണ് ബോധം പോയപ്പോഴും ഓർമ്മ നഷ്ടപ്പെട്ടപ്പോഴും കണ്ണുപോലും ഇല്ലാത്തപ്പോഴും താഴത്ത് കുർബാന കൊണ്ട് അച്ഛൻ വന്നപ്പോ അമ്മയ്ക്കും ചേച്ചിക്കും ആർക്കും മനസ്സിലായില്ല. അവൾ പറഞ്ഞു താഴത്ത് ഈശോ എത്തിയിട്ടുണ്ട്, അച്ഛനെ എങ്ങനെയാ വരണ്ടെന്ന് അറിയത്തില്ല. നാളുകളിൽ ഒരുപക്ഷെ കത്തോലിക്ക സഭ വിശുദ്ധ എന്ന് പറയുന്ന ഉറപ്പായിട്ടും ആളെപ്പറ്റി ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്കറിയാമോ, അന്ന് കുർബാനയിച്ചു പിന്നെ ഉറക്കം കണ്ടപ്പോൾ അവള് പറഞ്ഞ 2 കാര്യങ്ങളൊന്നും അറിയാമോ? ആദ്യം പറഞ്ഞതാണ് എനിക്ക് വിശ്വസിക്കണം, എന്നെ തക്കാളി ചെറിയ വെള്ളം ഒഴിക്കാൻ മറക്കരുത്. എനിക്കപ്പോൾ വണ്ടിയിലായിരുന്നു, എന്നിട്ട് അവളുടെ ഒരു സ്കൂട്ടറുണ്ട്, ആ സ്കൂട്ടർ എനിക്ക് കണ്ടത്. ക്രിസ്റ്റഫറുണ്ട്, അപ്പം ക്രിസ്റ്റഫർ അവസാനങ്ങളെ കാണാൻ വേണ്ടി വരും. അവനപ്പോൾ ആശുപത്രി കിടക്കയിലിങ്ങനെ ഉണ്ട്. അവനറിയാൻ ഡോക്ടർ നമ്മൾ പറഞ്ഞു 2 ദിവസം കൂടെ ഉള്ളൂ, ഇനി 5 ദിവസം ഉണ്ടാവില്ല. അപ്പം ഇവളിങ്ങനെ ഉറക്കം എഴുന്നേറ്റ് സെഡേഷൻ കഴിഞ്ഞ് 6 വർഷം വരെ വെച്ചിട്ടുണ്ടായിരുന്നു. 6 വർഷം. അവരുടെ ഒരു കൺസെപ്റ്റ് ആയിരുന്നു പ്രയർ മാരേജ്. വിശുദ്ധമായിട്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക, അവരിങ്ങനെ സ്വപ്നം പറയുന്നത്. ക്രിസ്തഫർ ഇങ്ങനെ അടുത്ത് വന്നിരിക്കുക, അവൾ കണ്ടു വന്നു. ക്രിസ്തഫർ പറഞ്ഞു നമുക്ക് അസുഖന്മാരെ വീട്ടിൽ പോകാട്ടോ പറഞ്ഞപ്പോൾ അവളിങ്ങനെ കയ്യിലെഴുതി, ഇല്ല ചേട്ടായി തീർന്നു എനിക്കറിയാം, ഇല്ല ചേട്ടായി തീർന്നു എനിക്കറിയാം. അവരെന്താ പറയണ്ടെന്ന് അറിയില്ല. എന്താ അവർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, കൊന്തയുണ്ട്, അവര് കൊന്തയുണ്ട്, ആ കൊന്തയിൽ അവർ ഒരുമിച്ച് അവർക്ക് ചെല്ലാൻ പറ്റത്തില്ല. ഇവൻ തന്നതിന് പേര് പരിശുദ്ധമായിട്ട് ഇങ്ങനെ കയ്യിലിങ്ങനെ പോട്ടു ചെല്ലാൻ പറ്റില്ല, വൈകാണ്ട്. അന്ന് അവനെ മുറിയിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു. മുറിയിൽ ഇറങ്ങുന്ന സമയത്ത് അവൻ പറയാം, അന്ന് ഞാൻ കണ്ടു ഈശോ അല്ലാതെ എന്നെ ചേർത്ത് പിടിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, സെമിനാരിയില്ല, സെക്കൻഡ് ഇയർ ആണ്. പിറ്റേ ദിവസം അച്ഛനെ മരിച്ചു. പക്ഷേ ഇന്ന് അവളെ കുർബാനത്തിന്റെ അവിടെ 1000 വരുന്നു. അത്രയും ഇൻസ്പയറിംഗ് ആണ് ലൈഫ്. എന്താ കൊച്ചിന്റെ ലൈഫ് കാണിച്ചത്? ജീവിതത്തിൽ നമ്മള് എനിക്ക് അതില്ലല്ലോ ഇതില്ലല്ലോ എന്ന് 100 കൂട്ടം പരാതികളാണ്. പക്ഷെ നിന്റെ ലൈഫിൽ സ്റ്റിൽ യു ഹാവ്
have time to find him. ഇനി സമയമുണ്ട്. He's not so far. നിന്റെ അടുത്ത് കുറെ ദൂരമൊന്നുമല്ല. നിങ്ങളൊന്ന് ആലോചിച്ചേ, ദൈവമില്ല എന്ന് പറഞ്ഞ് ദൂരെ പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യത ആൾക്കാരുണ്ട്. വേണ്ടെന്ന് പറഞ്ഞു പക്ഷെ ദൈവത്തോടെ ചേർന്നില്ല. കാരണം എന്താ പറയുക, അവർക്കറിയാമായിരുന്നു ഈശോ കുർബാന ഈശോ